എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. ഫുൾ സൈഡ് വേ എന്നൊക്കെ പറയാം. വീക്കിലി ക്യാൻഡിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു പാറ്റേൺ ഫോം ആയതിനു ശേഷം ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് സപ്പോർട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടാണ് ഇത് തിരിച്ച് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയതിനു ശേഷം നേരെ തിരിച്ച് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ ഫോം ആയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇതാണ് 25,045 അല്ലെങ്കിൽ 25,100 എന്നുള്ള ലെവൽ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും മാർക്കറ്റ് ആൾ ടൈം ഹൈയിലേക്ക് വീണ്ടും തിരിച്ചു പോകും. അല്ലാത്ത പക്ഷം ഇവിടെ നിന്നും വരുന്ന 1-2 ദിവസങ്ങളിൽ ഇവിടെ ഒരു സൈഡ് വേ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു സൈഡ് വേ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇതുവരെ പോകും. അല്ലാത്ത പക്ഷം ഇവിടെ നിന്നും റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും പ്രോപ്പറായിട്ട് താഴെ തന്നെ വരാനുള്ള സാധ്യതയാണ്. നമുക്ക് മാർക്കറ്റിൽ അങ്ങനെയാണ് അനാലിസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ 25,100 മുകളിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ, അതായത് പൊസിഷണൽ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ആൾ ടൈം ഹൈ വരെ വെയിറ്റ് ചെയ്യാം. അതേസമയം ഡൗൺ സൈഡിലേക്കാണ് വീണ്ടും വരുന്നതെങ്കിൽ ഇവിടെയാണ് 23,900 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ 23,200 വരാം. അതല്ലെങ്കിൽ ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് 1 ഡേ ടൈം ഫ്രെയിമിലെ പൊസിഷണൽ ട്രേഡേഴ്സിനുള്ളത്. നമുക്ക് നാളെ മൺഡേ ഇൻട്രാഡേ ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ലെവലുകൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. വെള്ളിയാഴ്ച നമ്മളെടുത്ത ട്രേഡുകൾ, നമ്മൾ പറഞ്ഞ ട്രേഡുകൾ, യൂട്യൂബ് വീഡിയോ പ്രകാരം നമ്മൾ പറഞ്ഞ ട്രേഡുകൾ ആക്റ്റീവായിട്ടുണ്ടോ നോക്കാം. ഒരിക്കലും ആക്റ്റീവാകാൻ സാധ്യതയില്ല. കാരണം ഫുൾ സൈഡ് വേ മാർക്കറ്റായിരുന്നു. ഈ ഫുൾ സൈഡ് വേ മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു 4 ട്രേഡിൽ 2 സ്റ്റോപ്പ് ലോസും 2 പ്രോഫിറ്റുമാണ്. ബാങ്ക് നിഫ്റ്റിയിലും നമ്മുടെ ലെവലുകൾക്കുള്ളിൽ തന്നെ കറക്റ്റായി നോക്കൂ നിങ്ങൾ. 53,460 എന്നുള്ള ലെവല് കറക്റ്റ് നമ്മൾ വരച്ച ആ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ലൈന് സപ്പോർട്ട് എടുത്തിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത് നോക്കൂ. അതേപോലെ തന്നെ സെൻസെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻസെക്സിലും കറക്റ്റായിട്ട് 81,380 താഴെയാണ് നമ്മൾ എൻട്രി പറഞ്ഞത്, 370 താഴെ. പക്ഷേ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വന്നിട്ട് അതേ ക്യാൻഡിൽ നെക്സ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ റിക്കവർ ചെയ്ത് മുകളിലേക്ക് പോയി. പിന്നെ ഒരു സൈഡ് വേ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് 3 ഇൻഡെക്സിലും വീഡിയോ പ്രകാരം നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഇനി നാളെ നമുക്ക് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 24,855 നമുക്ക് എൻട്രി ഉള്ളത്. അതുതന്നെ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് 24,770 മുകളിൽ എൻട്രി എടുക്കാം. അങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇത് ആക്ട് ചെയ്യും. അവിടെ നിങ്ങളൊന്ന് എക്സിറ്റ് അടിച്ച് നിൽക്കേണ്ടി വരും. അതും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതേസമയം ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 24,490 താഴെ എൻട്രി എടുത്ത് വരാം. അത് തന്നെ നമ്മൾ 5 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ 24,620 താഴെ, 24,620 താഴെ 5 മിനിറ്റ്സിലെടുത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം 24,550. ഓക്കെ, ഏകദേശം ഒരു 70 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. എന്നിരുന്നാലും ഇവിടെ ഒന്ന് നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നിഫ്റ്റിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിൽ 53,880 മുകളിൽ, ഡൗൺ സൈഡിലേക്ക് 53,150 താഴെ. ഇത് 1 അവർ ടൈം ഫ്രെയിമിലാണ്. അതുതന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ 53,470 താഴെ, അല്ലെങ്കിൽ 53,460 താഴെ മതി. 5 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്കാണ്. അപ്പ് സൈഡിലേക്ക് 53,370 മുകളിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. സെൻസെക്സിൽ 1 അവറിൽ 83,220 മുകളിൽ എൻട്രി എടുത്ത് പോകാം. 1 അവർ ഡൗൺ സൈഡിലേക്കാകുമ്പോൾ 81,150 താഴെ ഡൗൺ സൈഡിലേക്ക്. 82,320
ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതേസമയം ഡൗൺ സൈഡിലേക്ക് 81,500 താഴെ 81,500 താഴെ ഡൗൺ സൈഡിലേക്കും നാളെ എൻട്രി എടുത്ത് വരാം. ഈ 3 ഇൻഡെക്സുകൾ നിങ്ങളുടെ ചാർട്ടിൽ വരച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വാച്ച് ചെയ്ത് നാളെ കറക്റ്റായ സമയത്ത് എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.